ഹായ് ആൾ ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് SSC-യുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. മറ്റൊന്നുമല്ല, പ്രിപ്പയർ ചെയ്യുന്നവർക്ക് 2025-26 കാലഘട്ടത്തിൽ, അതായത് 25 വർഷത്തിലെ കലണ്ടർ വന്നിട്ടുണ്ട്. അതായത് വരാൻ പോകുന്ന വർഷത്തിൽ SSC പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാൻ തയ്യാറെടുക്കുന്നവർക്ക് ഈ ഒരു കലണ്ടർ വെച്ച് പ്രിപ്പയർ ചെയ്ത് നിങ്ങളുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാം. അതായത് നിങ്ങളുടെ ലൈഫിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ടേണിംഗ് പോയിന്റ് ആണിത്. അപ്പം നിങ്ങൾ എല്ലാവരും ഈ ഡേറ്റ് നോട്ട് ചെയ്ത് വെച്ചോളൂ. അതനുസരിച്ച് നിങ്ങളുടെ പ്രിപ്പറേഷൻ മുമ്പോട്ട് കൊണ്ടുപോകാം. ആദ്യമായിട്ട് നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട എക്സാമിനേഷൻ്റെ ഡേറ്റുകൾ മാത്രമാണ്. എല്ലാ എക്സാമിനേഷനും എല്ലാവർക്കും എഴുതാൻ പറ്റില്ല. നമ്മൾ ഓപ്പൺ പ്ലാറ്റ്ഫോമിൽ എഴുതാൻ പറ്റുന്ന എക്സാമുകളാണ് നമ്മൾ ഓരോന്നായിട്ട് പറയുന്നത്. ആദ്യമായിട്ട് കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ 2025 ആണ്. ഇതിന്റെ എക്സാമിനേഷന്റെ നോട്ടിഫിക്കേഷൻ അഡ്വർടൈസ്മെന്റ് ഡേറ്റ് വരിക 22 ഏപ്രിൽ 2025 ഇതിന്റെ ക്ലോസിംഗ് ഡേറ്റ് 21 മെയ് 2025 ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇനി എക്സാമിനേഷൻ വരിക ജൂൺ ജൂലൈയിലായിട്ടായിരിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തതെന്ന് പറഞ്ഞാൽ എല്ലാവരും എഴുതുന്ന ഫിസിക്കലി എഫിഷ്യൻസി വേണ്ട ഒരു തസ്തികയാണ് സബ് ഇൻസ്പെക്ടർ ഇൻ ഡൽഹി പോലീസ് എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമിനേഷൻ വരിക ജൂലൈ ഓഗസ്റ്റിലായിരിക്കും. ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ 16 മെയ്യിൽ വരികയും ജൂലൈ 14 ഇത് ക്ലോസ് ആവുകയും ചെയ്യും. അതായത് മെയ്യിൽ വന്ന് ജൂലൈയിൽ ഇത് ക്ലോസ് ആവുകയും ചെയ്യും. അതായത് 16 മെയ്യിൽ വരികയും 14 ജൂണിൽ ഇതിൻ്റെ ഡേറ്റ് ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള അവസാനത്തെ ഡേറ്റ് ആവുകയും ചെയ്യുമെന്ന് പറയുന്നു. അടുത്തതായിട്ട് കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനേഷൻ ആണ്. ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ പുറത്ത് വരിക 27 മെയ്യിലായിരിക്കും. അതിനുശേഷം ഇത് വിൻഡോ ക്ലോസ് ആവുന്ന, അതായത് ആപ്ലിക്കേഷൻ വിൻഡോ ക്ലോസ് ആവുന്ന 25 ജൂണിലായിരിക്കും. എക്സാമിനേഷൻ ജൂലൈയിലും ഓഗസ്റ്റിലുമായിട്ട് നടക്കും എന്നാണ് ഓൾറെഡി പറയുന്നത്. അടുത്തത് MDS മൾട്ടി ടാസ്കിംഗ് നോൺ ടെക്നിക്കൽ സ്റ്റാഫിൻ്റെ തസ്തികയാണ്, അല്ലെങ്കിൽ ഹവിൽദാർ എന്നൊക്കെ പറയുന്ന തസ്തികയാണ്. ഇത് നോട്ടിഫിക്കേഷൻ വരിക 26 ജൂണിലായിരിക്കും. ഇത് 25 ജൂലൈയിൽ ഇതിൻ്റെ വിൻഡോ ക്ലോസ് ആവും. സെപ്റ്റംബർ ഒക്ടോബറിലായിട്ട് ഇതിൻ്റെ എക്സാമിനേഷൻ നടക്കും എന്നുമാണ് നമുക്ക് നിലവിൽ അറിയാൻ കഴിയുന്നത്. ഇനിയും ജൂനിയർ എഞ്ചിനീയർ സിവിൽ മെക്കാനിക്കൽ, അതായത് ടെക്നിക്കൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ്. ടെക്നിക്കൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടവർക്കുള്ള എക്സാമിനേഷൻ 5 ഓഗസ്റ്റിൽ നടക്കുകയും 28 ഓഗസ്റ്റ് ട്യൂസ്ഡേയിൽ അതിൻ്റെ വിൻഡോ ക്ലോസ് ആവുകയും എക്സാമിനേഷൻ ഒക്ടോബർ നവംബറിലായിട്ട് നടക്കുകയും ചെയ്യും. അതായത് 5 ഓഗസ്റ്റിൽ നോട്ടിഫിക്കേഷൻ ഔട്ടാവും. 28 ഓഗസ്റ്റ് വരെ അപേക്ഷിക്കാനുള്ള സമയം ഉണ്ടായിരിക്കും. ഒക്ടോബർ 25 ഇതിൻ്റെ വിൻഡോ ക്ലോസ് ആവുകയും ചെയ്യും. ഇനിയും കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവ് മെയിൽ എന്ന് പറയുന്ന ഫീമെയിൽ ആൻഡ് മെയിൽ ഡൽഹി പോലീസിലേക്കുള്ളതാണ്. ഇതിൻ്റെ എക്സാമിനേഷൻ വരുന്നത് 2 സെപ്റ്റംബറിലും ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നത് 2 സെപ്റ്റംബറിലും ആ നോട്ടിഫിക്കേഷൻ വിൻഡോ ക്ലോസ് ആവുന്നത് 1 ഒക്ടോബറിലും ആയിരിക്കും. ഇതിൻ്റെ എക്സാമിനേഷൻ വരുന്നത് നവംബർ ഡിസംബർ 2025 എന്നാണ് കരുതപ്പെടുന്നത്. ഇനിയും കോൺസ്റ്റബിൾ ഡ്രൈവർ മെയിൽ, അത് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്കുള്ളതാണ്. ഇത് വരുന്നത് അഡ്വർടൈസ്മെൻറ്റ് വരുന്നത് 19 സെപ്റ്റംബറിലായിരിക്കും. ക്ലോസിംഗ് ഡേറ്റ് 12 ഒക്ടോബറിലായിരിക്കും. ഇനിയും ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റീരിയൽ ആണത്. ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റീരിയൽ ഡൽഹി പോലീസ് എക്സാമിനേഷൻ ആണ്. അത് 7 ഒക്ടോബർ 2025 വരും. 5 നവംബർ വെനസ്ഡേയിൽ അതിൻ്റെ വിൻഡോ ക്ലോസ് ആവും. എക്സാമിനേഷൻ വരുന്നത് ഡിസംബർ 2025 ഇനിയും നമ്മൾ ഓർത്തിരിക്കേണ്ടത് കോൺസ്റ്റബിൾ GD ആണ്. ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ 11 നവംബറിൽ ആയിരിക്കും വരിക. 11 നവംബർ 2025 വരും. 15 ഡിസംബറിൽ ഇതിൻ്റെ വിൻഡോ ക്ലോസ് ആവും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ എക്സാമിനേഷൻ മാർച്ചും ഏപ്രിലുമായിട്ട് നടക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ഒരു കലണ്ടർ ഓൾറെഡി പറയുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ പലർക്കും റിസർവേഷൻ ഉള്ളവരുണ്ടായിരിക്കും. EWSൻ്റെയും OBCയുടെയും ഒക്കെ റിസർവേഷൻ ഉള്ളവരുണ്ടായിരിക്കും. ഈ സർട്ടിഫിക്കറ്റിൻ്റെ ഒക്കെ കാലാവധി എന്ന് പറഞ്ഞാൽ കേവലം 1 വർഷമാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷം കൊടുത്തവരുടെ ആ സർട്ടിഫിക്കറ്റ് ഈ വർഷം ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു വർഷം കണക്കാക്കിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഈ വർഷം അവസാനം എടുക്കുന്ന കലണ്ടറിന് അടുത്ത വർഷം ഡിസംബർ വരെയൊക്കെ വാലിഡിറ്റി ഉണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു സർട്ടിഫിക്കറ്റിന് അപേക്ഷിച്ച് വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ SSC എക്സാമിനേഷൻ മുഴുവൻ നിങ്ങൾക്ക് ഈ കലണ്ടർ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ്. നമുക്കറിയാം ഇവിടെ, അതായത് ഇവിടെ അവസാനം കമ്പൈൻഡ് ഗ്രാജുവേറ്റിൻ്റെ നവംബർ 11 വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഇപ്പോൾ അപേക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് വരാൻ പോകുന്ന എല്ലാ എക്സാമിനേഷനും ഇതിൻ്റെ ഡേറ്റും നമ്പറും വെച്ച് അപേക്ഷിക്കാമെന്നുള്ളൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ആദ്യം തന്നെ ചെയ്തു വെക്കാം. ഒപ്പം തന്നെ പ്രിപ്പറേഷൻ നമുക്ക് ഇപ്പോൾ തന്നെ തുടങ്ങാം. കാരണം നമുക്കറിയാം SSCയുടെ ജൂനിയർ എഞ്ചിനീയർ ഒഴികെയുള്ള ബാക്കി എല്ലാ എക്സാമിനേഷൻ്റെയും പാറ്റേണൊക്കെ ഏറെക്കുറെ സിമിലർ ആണ്. അതുകൊണ്ട് തന്നെ ഏണസ്റ്റ് അക്കാഡമിയിൽ ഇതിൻ്റെ കോഴ്സ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്ത് പ്രിപ്പറേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ വരുന്ന ഒരു വരിയിലുള്ള എല്ലാ എക്സാമിനേഷനും ക്രാക്ക് ചെയ്യാം. ഒരു 10+2 യോഗ്യതയുള്ളവരെ സംബന്ധിച്ചിടത്തോളം GD കോൺസ്റ്റബിൾ GD എന്നൊക്കെ പറയുന്ന അത്യാവശ്യം ഫിസിക്കലി എഫിഷ്യൻ്റ് ആയിട്ടുള്ളവർക്ക് കിട്ടുന്നൊരു ജോലിയാണ്. അതിൻ്റെ കട്ട് ഓഫ് മാർക്ക് എപ്പോഴും കുറവാണ്.
കൃത്യമായിട്ട് ഇപ്പോൾ തന്നെ നിങ്ങളൊരു ഓട്ടോ പരിശീലനമോ ഫിസിക്കൽ എഫിഷ്യൻസിയൊക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വർക്കൗട്ട് തുടങ്ങിയാൽ നിങ്ങൾക്ക് റിട്ടേൺ എക്സാമിനേഷനും പാസ്സായി കേന്ദ്ര ഗവൺമെൻറ്റിലൊരു നല്ല സ്റ്റെബിലിറ്റി ഉള്ള ഏതാണ്ട് നല്ല സാലറി കിട്ടുന്ന ഒരു ജോലി എന്നത് നിങ്ങൾക്ക് സാധ്യമാകുന്നൊരു കാര്യമാണ്. അപ്പോൾ ഈ പറയുന്ന എല്ലാ എക്സാമിനേഷനും നിങ്ങളുടെ മുമ്പിലുണ്ട്. അതായത് ഒരു യുവാക്കളെ സംബന്ധിച്ചിടത്തോളം, അതായത് +2 കഴിഞ്ഞ് നിൽക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല ജോലി എന്നൊരു ഓപ്ഷനിലേക്കുള്ള മാർഗ്ഗമാണ്. ഉടൻ തന്നെ പ്രിപ്പറേഷൻ തുടങ്ങുക. അപ്പോൾ മറക്കേണ്ട, നിങ്ങൾ കോഴ്സിനെ പറ്റി അറിയണമെങ്കിലും ഒപ്പം തന്നെ വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട എന്ത് കണ്ടന്റ് ഡൗട്ട് ഉണ്ടെങ്കിലും താഴെയുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.